വളാഞ്ചേരി അത്തിപ്പറ്റയിൽ അടഞ്ഞുകിടക്കുന്ന വീട്ടിൽ മോഷണം. മോഷണം പോയത് സ്വർണം ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ. അത്തിപ്പറ്റ പുന്നാഞ്ചോല റോഡിൽ പ്രവാസിയായ ചേലത്ത് പട്ടന്മാർതൊടി പരേതനായ കോയാമോയിന്റെ മകൻ ഷെയ്ഖ് മുഹമ്മദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പ്രവാസിയായ ഷെയ്ഖ് മുഹമ്മദ് വർഷങ്ങളായി വിദേശത്താണ് കുടുംബസമേതം. നാട്ടിൽ പഠിക്കുന്ന മകൾ വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ വന്നപ്പോഴാണ് അടുക്കളയുടെ ഭാഗത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത്. തുടർന്ന് വളാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ എല്ലാ റൂമിലെയും അലമാരയിലെ വസ്തുക്കൾ വലിച്ചുവാരിയിട്ട നിലയിലാണ്. കഴിഞ്ഞ 29-ന് ഷെയ്ഖ് മുഹമ്മദിന്റെ സഹോദരൻ മുഹമ്മദ് അലി എന്ന കുഞ്ഞാനുവും സഹോദരിയും മോഷണം നടന്ന വീട്ടിൽ എത്തിയിരുന്നുവെന്നും 29-ന് ശേഷമാണ് മോഷണം നടന്നത് എന്നുമാണ് മുഹമ്മദ് അലി പറയുന്നത്. ഇന്നലെ ഒരു 7-7:10 ജ്യേഷ്ഠന്റെ മോളും അവളെ മാമനും മാമന്റെ വൈഫും ചെറിയ മോള് കൂടി ജ്യേഷ്ഠന്റെ മോളെ ഡ്രസ്സ് എടുക്കാൻ വന്നതാ. പെര പൂട്ടി കിടക്കുന്നു. 29-ാം തീയതിക്ക് ശേഷം പെര വീട് അടച്ചെടുക്കുന്നു. അപ്പൊ അവരിന്നലെ പഠിക്കുന്നോടത്തുനിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത്. അപ്പോഴാണ് ഇവിടെ പരന്നിട്ട് കാണാനുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിച്ചെന്ന് വെച്ചുമ്പോൾ നോക്കിയപ്പോൾ ബാക്കിലെ ഡോറ് പോയി നോക്കുമ്പോൾ ബാക്കിലെ ഡോറിന്റെ പലക എടുത്ത് കാണാൻ വിട്ടു. അപ്പോഴാണിത് ഈ കാരോ ഈ വീട്ടിലേക്ക് കയറിയിരുന്നത് മനസ്സിലായത്. മോഷണം കുറച്ച് ഗോൾഡ്, 2 വാച്ച്, ഒരു ചെറിയൊരു ക്യാമറ ആണ് ഇപ്പോൾ ശ്രദ്ധയപ്പെട്ടുള്ളത്. ഇതിന്റെ ശരിക്കുള്ള ഉടമസ്ഥർ ഗൾഫിലാണ്. ഇനി കൂടുതലായിട്ട് ഉണ്ടോ ഇല്ലെന്ന് അവർക്കേ അറിയുള്ളൂ. എല്ലാ അലമാരയിൽ നിന്നും ഡ്രസ്സുകളും പിന്നെ പാത്രങ്ങളും ഒക്കെ അവര് നോക്കിയിട്ടുണ്ട്. ഡ്രസ്സുകളൊക്കെ പുറത്ത് വലിച്ച് കിടക്കണ കാണാനുണ്ട്. ഏകദേശം ഒരു 2.5 ലക്ഷം റുപ്യ 2.5-3 ഇടയിൽ നഷ്ടപ്പെടാനാണ് സാധ്യത. പോലീസിലും പരാതി കൊടുത്തു. വളാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ 2 പ്രാവശ്യമായിട്ട് ഒന്ന് കൊടുത്തേക്കാൻ അവർ വന്നു. പിന്നെ രാത്രി 12:30-ക്ക് SI ടീം വന്നു. ഇന്ന് രാവിലെ അതിനോടനുബന്ധിച്ച് പോലീസിന്റെ അനുമതിയോടനുബന്ധിച്ച് വേറൊരു വണ്ടിയും വന്നു. 2.5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് 3 Max Live.